കെ ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുന്നു. മുഖ്യമന്ത്രി വരുന്നു, രണ്ടാം ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ എത്തുന്നു എന്നുള്ളൊരു വലിയ ഉറ്റുനോക്കലും ഒരു ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ LDF കൂടുതലൊരു ആത്മവിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയും വരുന്നുണ്ട്, അതുപോലെ നേതാക്കന്മാര് മിക്കവാറും ഇവിടെയുള്ള PBI മെമ്പർമാരും നേതാക്കന്മാരും എല്ലാം ഇവിടെ ഇലക്ഷൻ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഒരു ആവേശമുണ്ട്. ഇന്നിപ്പം സ്ഥാനാർത്ഥി പര്യടനം ഈ നിലമ്പൂർ നഗരസഭയിലാണ് ഞങ്ങളുടെ. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഞങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് UDF-ന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഇന്നലെ മാഷ് നമ്മളോട് തന്നെ പറഞ്ഞത് UDF-നകത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അകത്തൊരു ഭിന്നിപ്പുണ്ട്, ഇതൊക്കെയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തു വരിക. അങ്ങനെ ദൂരവ്യാപകമായ അങ്ങനെ LDF കാണുന്നുണ്ടോ? ഈ മുന്നണിക്കകത്തൊരു പിളർപ്പ് വരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ കരുതുന്നുണ്ടോ? ഞങ്ങളിപ്പോൾ അവരുടെ മുന്നണിക്കകത്ത് എന്താ സംഭവിക്കുന്നത് നോക്കുന്നേ ഇല്ല. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞത് ഈ മതരാഷ്ട്രവാദം അത് ലോകത്ത് എവിടെയായാലും അപകടമാണ്. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മതരാഷ്ട്രവാദം ഉയർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഏതെങ്കിലും മറ്റു വ്യക്തികളോടോ അങ്ങനെയുള്ള ആ വാദത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും ഗോവിന്ദ മാഷും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ PDP-ക്ക് ആ കാര്യമായിട്ടൊരു വോട്ട് തന്നെ ഈ മണ്ഡലത്തിലില്ല. പക്ഷെ PDP-യോടുള്ള LDF-ന്റെ ഈ നിലപാട് അത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. അത് വേണ്ടിയിരുന്നു എന്ന് തന്നെ കരുതുന്നുണ്ടോ? ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല സമീപനം. ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PDP-യെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് വിഷയം. കാരണം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന ആശയം ആര് പ്രചരിപ്പിക്കുന്നുവോ അവരെ കൂടെ നിർത്താൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അതുതന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പറഞ്ഞിങ്ങനെ വാദിക്കുന്ന ആളുകളല്ല, അങ്ങനെ വാദിക്കുന്നവരെ അല്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള ആരാധനയും സമ്പ്രദായങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. പക്ഷേ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുക എന്നുള്ളത് അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ അംഗീകരിക്കുക? അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എന്നാൽ ഏത് മതത്തിന്റെയും ആരാധനയെയോ അവരുടെ രീതിയെയോ മനുഷ്യന് ദ്രോഹകരമല്ലാത്ത ഏത് ആരാധനയെയും അവർക്ക് തുടരുന്നതിന് അവസരം ഉണ്ടാക്കണമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ ജമാഅത്തയുടെ പിന്തുണ രഹസ്യമായിട്ട് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷം ഈ പറയുന്നതിനകത്ത് ഇരട്ടത്താപ്പില്ലേ എന്ന് എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അത് ഈ പല തെളിവുകൾ വെച്ചുകൊണ്ടാണ്, ഈ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അടക്കമുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തോടുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി ഉണ്ടോ? ശരി, തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്ന വാദം ഇത് തന്നെയാണ്. അത്തരത്തിൽ പരസ്യമായ മതരാഷ്ട്രവാദം എന്ന് അവർ ഉന്നയിക്കാൻ തുടങ്ങിയോ അത് ആ സമയത്ത് ഞങ്ങൾ അവരുമായിട്ടുള്ള യാതൊരു സഖ്യത്തിനും നിന്നിട്ടില്ല. ഏതെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു വരുന്നത് ഇത്തരം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട എന്നുള്ളത് തന്നെയായിരുന്നു. നിങ്ങൾ ഏതാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏതെങ്കിലും 2016 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പം ഇവര് മതരാഷ്ട്രവാദം പറയുന്നതിന് മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ ഞങ്ങൾ പിന്തുണ തേടിയിട്ടേ ഇല്ല എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം. ഇനി ഒറ്റ കാര്യം കൂടെ, മുഖ്യമന്ത്രി നാളെ വരുന്നു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഇപ്പോഴും ആളി കത്തിക്കുന്നുണ്ട് UDF, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമല്ല എത്ര തവണ വ്യക്തമാക്കിയതാണ്. ആരാണ് മുഖ്യമന്ത്രി? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും. എന്താ CPM-ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും ഓർക്കേണ്ടത് ഈ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് EMS ഗവൺമെന്റാണ്, EMS ആണ്. മാത്രമല്ല അന്ന് MSP-യിൽ പോലും ചേരാൻ മുസ്ലിം വിഭാഗത്തിന് അവകാശമില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുസ്ലിങ്ങളെ കുറിച്ചോ മുസ്ലിം ലീഗിനെ കുറിച്ചോ ഒക്കെയുള്ള പരാമർശത്തെക്കുറിച്ചൊന്നും സൂചിപ്പിക്കുന്നില്ല. പക്ഷേ മലബാർ സ്പെഷ്യൽ പോലീസിൽ മുസ്ലിങ്ങൾക്ക് അംഗമാകാൻ പറ്റില്ല എന്ന് വാദം ഉയർത്തിയിരുന്ന കാലത്ത് ഇന്ത്യൻ പൗരന്മാരാണവർ, ഹിന്ദുക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞത് ഈ പാർട്ടിയാണ്, ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, EMS ആണ്. ആ EMS-ന്റെ പിൻഗാമി തന്നെയാണ് സഖാവ് പിണറായി. അർത്ഥശങ്കക്കടയില്ലാത്ത വിധം
ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പിന്നെയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം എന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ഇങ്ങനെ പറയേണ്ടതില്ല എന്നുള്ളതാണ്. നന്ദി ടീച്ചറെ. പ്രധാനത്തിലേക്ക് കെ ശൈലജ ടീച്ചറുടെ പ്രതികരണമാണ് കണ്ടത്. അതായത് ഏതെങ്കിലും തരത്തിൽ UDF നടത്തുന്ന വിമർശനങ്ങളിൽ LDF എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു കാര്യം കൂടി പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ എത്തുന്നു നിലമ്പൂരിൽ. കെ ശൈലജ ടീച്ചറടക്കം ഇനി ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇടത് നേതാക്കന്മാരെല്ലാം നിലമ്പൂരിലേക്ക് ഒഴുകും അല്പം മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. BV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, മുഖ്യമന്ത്രി വരുമ്പോൾ മലപ്പുറം പരാമർശം ഉന്നയിച്ചുകൊണ്ട് വിമർശനം ഉന്നയിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഏത് തരത്തിലാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ഇടതുമുന്നണി അത് നേരത്തെ തന്നെ പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഇനിയുള്ള സമയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന്റെ പൾസ് മാറും എന്നാണ് കണക്കാക്കേണ്ടത്? മുഖ്യമന്ത്രി നാളെ നിലമ്പൂരിൽ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കും. 3 ദിവസമാണ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ ഉണ്ടാവുക. എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിന്റെ പൊതുപരിപാടി ഉണ്ടാകും. മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെ ഒരുപക്ഷെ അദ്ദേഹം നേരിൽ കാണുകയും ചെയ്യുമായിരിക്കും. ഏതായാലും മുഖ്യമന്ത്രിയുടെ വരവിന് മുന്നോടിയായി മലപ്പുറം പരാമർശം വീണ്ടും പ്രതിപക്ഷം പൊടിതട്ടിയെടുക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ സമസ്തയുടെ കോഫി ടേബിൾ ബുക്ക് പ്രകാശ ചടങ്ങ് തിരുവനന്തപുരത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലപ്പുറത്തെപ്പറ്റി ചിലർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം വീണ്ടും ചർച്ചയാക്കാൻ UDF ഒരുങ്ങുന്നു എന്ന ഒരു സൂചന നൽകിയത്. സ്വാഭാവികം അതിന് മറുപടി പറയുന്നു. അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജും ആ കാര്യം സൂചിപ്പിച്ചു. മലപ്പുറത്തെ പറ്റി പറഞ്ഞാൽ ആരാണ് മലപ്പുറം വിരുദ്ധ ജാഥ തീർത്തും വർഗീയമായ ഒരു ജാഥ നയിച്ചത്, ആരാണ് അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത്, എന്തായിരുന്നു ആ നിലപാടെന്നൊക്കെ വീണ്ടും പറയേണ്ടി വരും. നേരത്തെ തന്നെ ആര്യാടൻ മുഹമ്മദിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അന്നത്തെ നിലപാടിനെതിരെയുമൊക്കെ ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെയുള്ള നിലപാടിനെതിരെയുമൊക്കെ CPM പ്രചരണം സംഘടിപ്പിച്ചതാണ്. ഏതായാലും ആ വിഷയം വീണ്ടും കോൺഗ്രസ് ആ വിഷയം ചർച്ചയാക്കിയാൽ അത് വീണ്ടും ചർച്ചയാക്കാൻ തങ്ങളും തയ്യാറെന്ന സൂചനയാണ് CPM-ഉം ഇടതു മുന്നണിയും നൽകുന്നത്. ഏതായാലും മുഖ്യമന്ത്രി വരുന്നതോടുകൂടി വികസന കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ചയാകുമെന്ന പ്രതീക്ഷയും ഇടത് കേന്ദ്രങ്ങൾക്കുണ്ട്. കാരണം ഇവിടെ ഇപ്പോഴും പ്രധാന ചർച്ചയെ മാറുന്നത് ജമാഅത്തെ ഇസ്ലാമിയും PDP-യും പോലുള്ള സംഘടനകളുടെ പിന്തുണയാണ്. അവരുടെ വോട്ടൊക്കെ തുലവും കുറവാണെങ്കിൽ പോലും അവരാണ് ഒരുപക്ഷെ CPM-നെയും കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് വികസന അജണ്ടയിലേക്ക് ചർച്ച കൊണ്ടുവരാൻ ഈ അവസാന ദിവസങ്ങളിലെങ്കിലും കൊണ്ടുവരണമെന്ന നിലപാടാണ് CPM-നുള്ളത്. എന്നാൽ അല്പസമയം നമ്മൾ സംസാരിക്കുമ്പോൾ M സ്വരാജും ആ കാര്യമാണ് സൂചിപ്പിച്ചത്. വികസനം ചർച്ചയാകണം. മുഖ്യമന്ത്രി വരവോടുകൂടി പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോയേക്കാം. പ്രിയങ്ക ഗാന്ധി നാളെ നിലമ്പൂരിലെത്തുന്നുണ്ട്. സ്വാഭാവികം പ്രിയങ്കയുടെ സന്ദർശനവും വളരെ നിർണായകമാണ്. പ്രിയങ്കയും ഇക്കാര്യങ്ങളൊക്കെ വികസന വിഷയങ്ങളും അതുപോലെ തന്നെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ ബാധിക്കുന്ന വിഷയമായ നേരിട്ട് ബാധിക്കുന്ന വിഷയമായ ഈ വന്യജീവി ആക്രമണവുമൊക്കെ മലയോര മേഖലയിലെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളുമൊക്കെ ചർച്ചയായി വന്നേക്കാം, വീണ്ടും ചർച്ചയായി ഉയർന്നേക്കാം. ഈ കേന്ദ്രത്തിൻ്റെ പുതിയ മറുപടിയും ഈ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം നൽകണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തോട് പ്രതികൂലമായി പ്രതികരിച്ച കേന്ദ്ര സർക്കാർ നടപടിയുമൊക്കെ വീണ്ടും ചർച്ചയായേക്കാം. ഏതായാലും ഇനിയുള്ള ഓരോ മണിക്കൂറും നിർണായകമാണ്. എല്ലാ തലങ്ങളിലും എല്ലാ തരത്തിലുള്ള വോട്ടുകളും സമാഹരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ എണ്ണത്തിൽ കുറവെങ്കിലും PDP-യുടെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ വോട്ടുകൾ ഒക്കെ വേണ്ടി ഈ മുന്നണികൾ ഈ നിലപാടുകൾ എടുക്കുന്നത്. അത് എതിരായും അനുകൂലമായും ഒക്കെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. ഏതായാലും ആ മുഖ്യമന്ത്രിയുടെ വരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതു ക്യാമ്പിന് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് UDF ക്യാമ്പിനും ശക്തി നൽകും, അവർക്കും ആവേശം നൽകും. വലിയ നാടിളക്കി മറിച്ചുള്ള റോഡ് ഷോയ്ക്കൊക്കെ UDF ഇവിടെ കളമൊരുക്കുന്നുണ്ട്. BJP-യുടെ